ഒരേ കാലത്ത് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ ആൾക്കാരെ വളരെ ആത്മാർത്ഥമായിട്ടുള്ള തൻ്റെ തൊഴിലിനോട് വളരെ ആത്മാർത്ഥതയുണ്ട്, സുഹൃത്തുക്കളോടുമൊക്കെ വളരെ ഇമോഷണലായിട്ടുള്ള ആളാണ്. എമ്പുരാൻ വിവാദത്തിൽ പിന്തുണ അറിയിച്ചു മമ്മൂട്ടി മെസ്സേജ് അയച്ചുവെന്ന് തുറന്നു പറഞ്ഞു മല്ലിക സുകുമാരൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. പെരുന്നാളായിട്ട് മക്കളും കൊച്ചുമക്കളുമായി ഇരിക്കുന്നതിനിടയിലും മനുഷ്യത്വപരമായി ചിന്തിക്കാൻ ആ മനുഷ്യന് തോന്നി. മറ്റാർക്കും അത് തോന്നുന്നില്ല എന്നും മറ്റാരും മെസ്സേജ് അയച്ചില്ല എന്നും മല്ലിക സുകുമാരൻ വ്യക്തമാക്കിയിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടുവെന്ന് പറഞ്ഞ് മെഗാസ്റ്റാർ മമ്മൂട്ടി മെസ്സേജ് ചെയ്തപ്പോൾ വലിയ സന്തോഷം തോന്നിയെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞിരുന്നു. സുകുമാരന്റെ സ്വഭാവമാണ് രാജുവിന്. അവരെല്ലാം കൃത്യമായി ബോധിപ്പിച്ചിട്ട് ചെയ്യൂ എന്ന് എനിക്കറിയാം. പൃഥ്വിക്ക് നല്ല വിവരമുണ്ട്, അവനറിയാം പ്രതികരിക്കാൻ. ഇതുവരെ ഒരു സിനിമാ സംഘടനകളും ഈ വിഷയത്തിൽ പ്രതികരിച്ചില്ലല്ലോ. എനിക്ക് 70 വയസ്സ് കഴിഞ്ഞു. സിനിമയിൽ ശത്രുക്കളുണ്ട്. മേജർ രവിയുടെ പോസ്റ്റ് കണ്ട് വേദനിച്ചാണ് സമൂഹ മാധ്യമങ്ങളിൽ അങ്ങനെ ഒരു കുറിപ്പ് എഴുതിയത്. പൃഥ്വിരാജ് മോഹൻലാലിനെ ചതിച്ചുവെന്നും മോഹൻലാൽ കരയുകയാണ് എന്നുമൊക്കെ മേജർ രവി പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും താരം ചോദിക്കുന്നു. ആരുമില്ലാത്ത അനാഥാവസ്ഥയിലാണ് മല്ലിക സുകുമാരനും കുടുംബവുമെന്ന് ആരും ധരിക്കരുത്. ഇപ്പോഴത്തെ ഈ പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ചെറുപ്പക്കാരുടെ നേതാക്കന്മാർ ജീവിച്ചിരുന്ന കാലത്ത് ഈ ഭൂമിയിലുള്ളതാണ് മല്ലിക സുകുമാരൻ. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ പറയുമ്പോൾ പഠിച്ച് സംസാരിക്കുക. ഒരു സംഘടനയുടെയും സംഘത്തിന്റെയും പേര് പറഞ്ഞ് പേടിപ്പിക്കേണ്ടതില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു. മോഹൻലാൽ പേടിത്തൊണ്ടനാണോ? അങ്ങനെയാണോ ഇവരൊക്കെ കരുതിയത്? ഒരു മാപ്പെഴുതി ഒരാൾക്ക് നൽകാനും പിന്നീട് അത് പ്രസിദ്ധപ്പെടുത്തും എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹത്തെ കൊച്ചാക്കി പറയാനും നാണമില്ലേ മേജർ രവിക്ക്? ഇങ്ങനെയുള്ള നിരവധി വാദപ്രതിവാദങ്ങളാണ് എമ്പുരാൻ സിനിമയുടെ പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എമ്പുരാൻ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക്, ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.